ഹായ് ഓൾ, ഏവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കോച്ചിംഗ് രംഗത്ത് ഏറ്റവും മികച്ച ഓൺലൈൻ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ടോസ് അക്കാഡമിയിൽ കേറ്ററ്റ്, നെറ്റ്, സെറ്റ്, HSST, LPUP, HSA, CTET മുതലായ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ മികവാർന്ന ചിട്ടയുള്ള കോച്ചിങ്ങുകളും ടീച്ചർ അസിസ്റ്റൻസും ലഭ്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ്ങുകളിലൂടെ PSC റാങ്ക് ലിസ്റ്റുകളിലേക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് റിസൾട്ടുകളിലും ഒക്കെ മുന്നിട്ട് നിൽക്കാൻ ടോസ് അക്കാഡമിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് വരുന്ന കേറ്റഡ് എക്സാം, ജൂൺ കേറ്റഡ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ്, അതിലെ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, ഉത്സാഹിച്ച് പഠിക്കുക. നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. കേറ്റഡ് എക്സാം ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിലാണ് നമ്മളെല്ലാവരും. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആയിട്ടാണ് ടോസ് അക്കാഡമി വന്നിരിക്കുന്നത്. ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഫാക്ട്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ലൈക്കൺസ് എന്നുള്ള ടോപ്പിക്കാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഒന്നാണ് ലൈക്കൺസ്. അതുപോലെ തന്നെ വിറിയോയിഡ്സ്, പ്രിയോൺസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഏരിയാസ് ആണ്. ദെൻ ഫംഗസിന്റെ എക്സാമ്പിൾസ്, അതൊക്കെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായും എക്സാമ്പിൾസിന് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. First seral stage in Cerosphere is. First seral stage in a Cerosphere is. Cerosphere first seral stage എന്താണ്? Options: Crustose lichen stage, Foliose lichen stage, Herb stage, Forest stage. First of all നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഒരു Cerosphere. എന്താണ് ഒരു Cerosphere? ഒരു bare ആയിട്ടുള്ള ലാൻഡിനെയാണ് നമ്മൾ Cerosphere എന്ന് പറയുന്നത്. ഒരു വാട്ടർ അവൈലബിലിറ്റി ഒക്കെ കുറഞ്ഞ ഡെസേർട്ട് പോലെയുള്ള ഒരു ഏരിയ, അതിനാണ് സെറോസിയർ എന്ന് പറയുന്നത്. ഒരു സെറോസിയർ ഒന്നെങ്കിൽ ഒരു പാറ പോലത്തെ ഏരിയ ആവാം, അല്ലെങ്കിൽ സാൻഡ് കൊണ്ടുള്ള ഒരു ഏരിയ ആവാം. അതിനെയൊക്കെയാണ് നമ്മൾ സെറോസിയർ, ഒരു ബെയർ ലാൻഡിനെയാണ് സെറോസിയർ എന്ന് പറയുന്നത്. അവിടുത്തെ ഫസ്റ്റ് സിറൽ സ്റ്റേജ് എന്താണ്? എന്താണ് ഈ സിറൽ സ്റ്റേജ്? നമുക്ക് ഇക്കോളജിക്കൽ സക്സഷന് 3 സ്റ്റേജുകളായിട്ട് അവിടെ ആദ്യം ആ ഒരു ബെയർ ലാൻഡിൽ ആദ്യമായിട്ട് വരുന്ന ബയോട്ടിക് കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ പൈനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പൈനിയർ കമ്മ്യൂണിറ്റി, ഇറ്റ് ഈസ് എ ഫസ്റ്റ് ബയോട്ടിക് കമ്മ്യൂണിറ്റി വിച്ച് ഗ്രോസ് ഓൺ അൺകവേർഡ് ലാൻഡ്. ഒരു ബെയർ ആയിട്ടുള്ള സ്ഥലത്ത് ആദ്യം വരുന്ന കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ പൈനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു ക്രസ്റ്റോസ് ലൈക്കൺ ആയിരിക്കും ഒരു പൈനിയർ കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും ഒരു സെറോസിയറിൽ വരുന്നത്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് കേറ്റഡ് എക്സാമിൽ കണ്ടിട്ടുള്ളതാണ്. Then a seral community is an intermediate stage found in ecological succession in an ecosystem advancing towards its climax community. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന മുന്നോടിയായിട്ട്, അതിന് മുമ്പായിട്ട് പൈനിയർ കമ്മ്യൂണിറ്റിക്കും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിക്കും ഇടയിലായിട്ട് കാണുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, അതിനെയാണ് സെറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് സെറൽ സ്റ്റേജ് ഇൻ സിറോസിയർ ഈസ്. സിറോസിയറിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലൈക്കൺസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഹെർബ്സ് ആണോ, ഏതാണ് ആദ്യമായിട്ട് സെറൽ സ്റ്റേജിൽ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഒരു സ്റ്റേബിൾ സ്റ്റേജ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ദാറ്റ് ഹാസ് റീച്ച്ഡ് ദ സ്റ്റേബിൾ സ്റ്റേജ്. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആണ് എപ്പോഴും നമ്മളൊരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നത്. ഏകദേശം എന്തൊക്കെ കമ്മ്യൂണിറ്റീസ് ആണെന്നുള്ള കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. പൈനിയർ കമ്മ്യൂണിറ്റി ഫസ്റ്റ്ലി വരുന്നത്, സെറൽ കമ്മ്യൂണിറ്റി ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫോറസ്റ്റ് സ്റ്റേജ്. നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടത് സെറൽ സ്റ്റേജിന്റെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, അതുപോലെ എക്സാമ്പിൾസും ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നമ്മൾ ഏത് എക്സാമിൽ നോക്കുമ്പോഴും ഓരോ ലൈക്കിന്റെയും എക്സാമ്പിൾസ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം കാണുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇവിടെ എക്സാമ്പിൾസും പഠിക്കേണ്ടതായിട്ടുണ്ട്. പൈനിയർ കമ്മ്യൂണിറ്റി ഓൾവേസ്
ക്രസ്റ്റോസ് ലൈക്കൺ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്രസ്റ്റോസ് ലൈക്കൺ സ്റ്റേജ് എന്നാണ് പറയുന്നത്. പൈനിയർ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ക്രസ്റ്റോസ് ലൈക്കൺ സ്റ്റേജ് ആണ്. ക്രസ്റ്റോസ് ലൈക്കൺ എക്സാമ്പിൾസ് ആണ് റൈസോകാർപ്പൺ, ലെക്കനോറ. ഞാൻ വളരെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോകുന്നത് നമ്മുടെ എക്സാമിലേക്ക് അത്രയധികം ഗുണം ചെയ്യും. പൈനിയർ കമ്മ്യൂണിറ്റി ക്രസ്റ്റോസ് ലൈക്കൺ സ്റ്റേജ് ആണ്. എക്സാമ്പിൾസ് ആയിട്ട് റൈസോകാർപ്പൺ, ലെക്കനോറ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരം കാണുന്ന എക്സാമ്പിളിലാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സെറൽ കമ്മ്യൂണിറ്റീസ്. സെറൽ കമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. സെറൽ കമ്മ്യൂണിറ്റിയിലെ സ്റ്റേജസ് ആണ് ഫോളിയോസ് ലൈക്കൺ സ്റ്റേജ്, മോസ് സ്റ്റേജ്, ഹെർബ് സ്റ്റേജ്, ഷ്രബ് സ്റ്റേജ്. ഫോളിയോസ് ലൈക്കൺ സ്റ്റേജ്, മോസ് സ്റ്റേജ്, ഹെർബ് സ്റ്റേജ്, ഷ്രബ് സ്റ്റേജ്. ഫോളിയോസ് ലൈക്കൺ ആണ് സെറൽ കമ്മ്യൂണിറ്റിയിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഫോളിയോസ് ലൈക്കൺ സ്റ്റേജ് ആണ് സെറൽ സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഫോളിയോസ് ലൈക്കണിന് എക്സാമ്പിൾസ് ആണ് പാർമേലിയ, ഡെർമറ്റോകാർപ്പൺ. മോസ് സ്റ്റേജിന് എക്സാമ്പിൾസ് ആണ് പോളിട്രൈക്കം, ടോർത്ത. ദെൻ ഹെർബ് സ്റ്റേജിന് എക്സാമ്പിൾസ് ആണ് പോവ, അരിസ്റ്റിഡ. ദെൻ ഷർബ് സ്റ്റേജിൽ റൂസും ഫൈറ്റോകാർപ്പസും വരുന്നു. ദെൻ ഫോറസ്റ്റ് സ്റ്റേജിൽ മിസോഫൈറ്റിക് ട്രീസ്. ഫോറസ്റ്റ് പ്ലാന്റ്സ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഫോറസ്റ്റ് സ്റ്റേജ്, മിസോഫൈറ്റിക് പ്ലാന്റ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പല രീതിയിലാണ് ഈ ഒരു ലൈക്കണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുന്നത്. ഫസ്റ്റ് പൈനിയർ കമ്മ്യൂണിറ്റി ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈക്കൺ, ക്രസ്റ്റോസ് ലൈക്കൺ, ഫോളിയോസ് ലൈക്കൺ, അതുപോലെ തന്നെ ഫ്രൂട്ടിക്കോസ് ലൈക്കൺ, അങ്ങനെ പല ലൈക്കണിന്റെ എക്സാമ്പിൾസ് വന്നിട്ട് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. തൊട്ട് റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് സെറൽ സ്റ്റേജിന് സെറോസിയറീസ്. സെറോസിയറിലെ ഫസ്റ്റ് സ്റ്റേജ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. ഫോളിയോസ് ലൈക്കൺ സ്റ്റേജ് ആണ് ഫസ്റ്റ് സെറൽ സ്റ്റേജ് ഇൻ സിറോസിയർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ട്രാൻസ്ക്രിപ്ഷൻ റെഫേഴ്സ് ടു ഓപ്ഷൻസ്: the process where an mRNA is used as a template for protein production. Option B, the process where a DNA sequence is copied into RNA for the purpose of gene expression. Option C, the process where DNA wraps around histones to form a nucleosome. Option D, the process of replication of DNA prior to cell division. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി? ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഇൻ ദ സെൽ ഫ്രം DNA to RNA, RNA to protein. ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ നിന്ന് RNAയിലേക്ക്, RNAയിൽ നിന്ന് പ്രോട്ടീനിലേക്ക് പോകുന്നു. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത്. DNAയിലുള്ള ഇൻഫർമേഷൻ കോപ്പി ചെയ്ത് mRNA ആകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. The process where a DNA sequence is copied into RNA for the purpose of gene expression. Gene expression വരുന്നത് പ്രോട്ടീൻ സിന്തസിസിലൂടെയാണ്. സോ DNAയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ mRNAയിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ mRNAയിലുള്ള ഇൻഫർമേഷൻ പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. The process where an mRNA is used as a template for the protein production. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് mRNA സീക്വൻസ്, ട്രിപ്ലെറ്റ് കോഡോൺസ് ഒക്കെ വെച്ചിട്ട് mRNAയിലെ ഓരോ പ്രോട്ടീൻ 3 എണ്ണമുള്ള ട്രിപ്ലെറ്റ് കോഡോൺസ് ഓരോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നു. അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് ഈ ഒരു ഏരിയയിലാണ്. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സ് mRNAനെ ഒരു ടെംപ്ലേറ്റ് ആക്കി വെച്ചുകൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. അതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് DNA molecules into RNA by the enzyme RNA polymerase. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. RNA polymerase ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈം. പ്രധാനമായും മോളിക്കുലാർ ബയോളജിയിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസ് നമ്മൾ പഠിച്ചു വെക്കണം. റെപ്ലിക്കേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് പഠിച്ചു വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ റെഫേഴ്സ് ടു the process where a DNA sequence is copied into RNA for the purpose of gene expression. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് സെയിം ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നാണ്. ഒരേ വർഷം തന്നെ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനും ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
molecular basis of inheritance. What is the function of tRNA during translation? ട്രാൻസ്ലേഷനിലെ tRNAയുടെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. It carries amino acids to the mRNA. It triggers the formation of a covalent bond between amino acids. It binds to the small ribosomal subunits. It triggers the termination of protein. നമുക്ക് എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടത് 3 ടൈപ്സ് ഓഫ് RNA. ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൈപ്സ് ഓഫ് RNA. ഇത് മാത്രമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA വേറെയും ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു 3 എണ്ണത്തിന്റെ ഫംഗ്ഷൻ മാത്രം കണ്ടുപോവുകയാണ്. mRNAയുടെ ഫുൾ ഫോം മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNAയുടെ ഫംഗ്ഷൻ ഇറ്റ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNA നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ കണ്ടു. ആദ്യം DNA-യിൽ നിന്ന് mRNA ആണ് ഉണ്ടാകുന്നത്. ആ mRNA-യിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. സോ ഈ ഒരു mRNA പ്രോട്ടീൻ സിന്തസിസിനായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. mRNA മെസ്സഞ്ചർ RNA ഇറ്റ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസൈസ്. ദെൻ tRNAയുടെ ഫുൾ ഫോം ട്രാൻസ്ഫർ RNA. ഇറ്റ് ട്രാൻസ്പോർട്ട് amino acids to the ribosome. tRNA transport amino acids to the ribosome. Transfer RNA carry amino acids to protein synthesizing machinery of the cell called ribosome. Then അടുത്തതാണ് rRNA, ribosomal RNA. Ribosomal RNAയുടെ ഫംഗ്ഷൻ ആണ് assembles mRNA, tRNA and translation factors for peptide bond formation. Assemble mRNA, tRNA and translation factors for peptide bond formation. ഇതാണ് ribosomal rRNAയുടെ ഫംഗ്ഷൻ. Then നമുക്ക് നമ്മുടെ ആൻസർ ഇവിടെ ക്ലിയർ ആണ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് tRNA ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ? tRNAയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് amino acids to the mRNA. It carries amino acids to the mRNA. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ളത് നാച്ചുറൽ സയൻസിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയാസ് പഠിക്കാനും മിനിമം 4 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ കേറ്റഗറി എക്സാമിലും കിട്ടുന്ന ചാപ്റ്ററുമാണ് ഹ്യൂമൻ ഫിസിയോളജി. അതിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന ഏരിയയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന ഏരിയയിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഹോർമോൺസ് ഇൻ റീപ്രൊഡക്ഷൻ ആണ്. വിച്ച് ഹോർമോൺ പ്ലേ സെൻട്രൽ റോൾസ് ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ? ഓപ്ഷൻസ്: എസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ, LH and FSH, progesterone and LH, testosterone and FSH. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളത് മെയിലിൽ മാത്രം കാണുന്ന ഹോർമോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ. സോ നമ്മൾ A and D എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ഈ ഓപ്ഷനിൽ നിന്ന് A and D എക്സ്ക്ലൂഡ് ചെയ്യുന്നു. ദെൻ പ്രൊജസ്റ്ററോൺ ഫീമെയിൽസിൽ മാത്രമുള്ള ഒരു ഹോർമോൺ ആണ്. സോ നമ്മൾ ഓപ്ഷൻ സിയും എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി LH and FSH ആണ്. LH and FSH മെയിലിലുള്ള ഹോർമോൺസ് ആണ് FSH, LH, ടെസ്റ്റോസ്റ്റിറോൺ. ഫീമെയിൽസിലുള്ള റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആണ് FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ഇൻഹിബിൻ, പ്രൊലാക്റ്റിൻ, റിലാക്സിൻ, HCG. ഈ ഹോർമോൺസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ആനിമൽ കിങ്ഡം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കൂൾ ലെവൽ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. The structure that enable bees to see flowers are. ക്ലാസ് 10 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ വേരിയസ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട്, ഐ സ്പോട്ട്, ജേക്കബ്സൺ ഓർഗൻ, ഒമാറ്റീഡിയ. നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഇൻ വേരിയസ് ഓർഗാനിസംസ് കാണാം. പ്ലാനേറിയയിലെ റിസപ്റ്റർ ആണ് ഐ സ്പോട്ട്. ദാറ്റ് ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ ലൈറ്റ്. ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഹൗസ് ഫ്ലൈയിലെ receptor ആണ് ഒമാറ്റീഡിയ. It is formed of thousands of small eyes called compound eyes. The eyes of an insect consist of a cluster of photoreceptors called ommatidia. Cluster of photoreceptors നെയാണ് ഒമാറ്റീഡിയ എന്ന് പറയുന്നത്. Impulses from thousands of this ommatidia reaches the brain and brain enables vision by fusing these images. Then snakeലെ Jacobson organ. Aromatic particles stick on the tongue reach the Jacobson organ seen in the roof of the mouth cavity. Then receptors get stimulated. Then sharkil കാണുന്ന receptor ആണ് lateral line. It helps to detect the change in body
ബാലൻസ്. സോ ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഒമാറ്റീഡിയ. 2 തവണ കേറ്റഡ് എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ സ്ട്രക്ചർ ദാറ്റ് എനേബിൾസ് ബീസ് ടു സീ ഫ്ലവേഴ്സ്. ആൻസർ ഒമാറ്റീഡിയ. ഹ്യൂമൻ ഫിസിയോളജിയിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സ്കെലിറ്റൽ സിസ്റ്റം. സ്കെലിറ്റൽ സിസ്റ്റം ബേസ്ഡ് ആയിട്ട്, ജോയിന്റ്സ് ബേസ്ഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് കാണുന്നതാണ്. സോ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഹ്യൂമൻ ഫിസിയോളജിയിലെ സ്കെലിറ്റൽ സിസ്റ്റം. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The function of a ligament is to connect. The function of a ligament is to connect bone to bone, bone to muscle, cartilage to bone, muscle to muscle. നമുക്ക് ചില ടേംസ് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ലിഗമെന്റ്, കാർട്ടിലേജ്, ടെൻഡൻസ്, നമുക്ക് ഓരോന്നും കാണാം. മസിൽസ് അറ്റാച്ച് ടു ദ ബോൺ, മസിൽ ടു ബോൺ അറ്റാച്ച്മെന്റ്സ് ഡയറക്ട്ലി ഓർ ത്രൂ ടെൻഡൻസ്. ടെൻഡൻസ് ആണ് മസിൽ ടു ബോൺ. മസിൽ ടു ബോൺ ആണെങ്കിൽ, മസിൽ ടു ബോൺ ആണെങ്കിൽ ബോൺ ടു മസിൽ, മസിൽ ടു ബോൺ അറ്റാച്ച്മെന്റ്സ് നടത്തുന്നത് ടെൻഡൻസ് വെച്ചിട്ടാണ്. ദെൻ കാർട്ടിലേജ് ഇസ് എ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ജോയിന്റ്സ്. ജോയിന്റ്സ് എന്നുള്ളത് മീറ്റിംഗ് പോയിന്റ് ഓഫ് ടു ബോൺസ് ആണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു കവറിംഗ് പോലെ കാണുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. ദെൻ ലിഗമെന്റ്സ് ദാറ്റ് അറ്റാച്ച് ബോൺ ടു ബോൺ. ബോൺ ടു ബോൺ കണക്ഷൻ വരുന്ന സ്ഥലത്ത് അറ്റാച്ച്മെന്റ് നടത്തുന്നത് ലിഗമെന്റ്സ് ആണ്. ലിഗമെന്റ്സ് ദാറ്റ് അറ്റാച്ച് bone to bone. So here the right answer, the function of ligament is to connect bone to bone. Option A ആണ് right answer. Option A, bone to bone. Ligament connects bone to bone. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് പെഡഗോജിയിൽ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് എന്നുള്ള ചാപ്റ്റർ ആണ്. എ പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ മോഡൽ ക്രിയേറ്റഡ് ബൈ ഹെലൻ പാഹോസ്റ്റ്. ഹെലൻ പാഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രസീവ് എഡ്യൂക്കേഷണൽ മോഡൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡാൽട്ടൺ പ്ലാൻ, ഡിഡക്റ്റീവ് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. നമുക്ക് പഠിച്ചു വെക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡാൽട്ടൺ പ്ലാൻ. ഡാൽട്ടൺ പ്ലാൻ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ദെൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്, പ്രോജക്ട് മെത്തേഡ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഏതൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നും ഇതിൽ തന്നിട്ടുള്ള വളരെ കുറച്ച് മെത്തേഡ്സേ ഉള്ളൂ. നമുക്ക് ഇതിലധികം മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ജസ്റ്റ് ഈ ഒരു മെത്തേഡ്സ് ഒന്ന് കണ്ടുപോകാം. ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ജനറൽ ഗോയിങ് ടു പെർട്ടിക്കുലർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അതൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിക്കുന്നു. ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇൻഡക്റ്റീവ് മെത്തേഡ്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം പെർട്ടിക്കുലർ ആൻഡ് ഗോയിങ് ടു ജനറൽ. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ഒരെണ്ണമാണ് പ്രോജക്ട് മെത്തേഡ്. പ്രോജക്ട് മെത്തേഡ് ലേണിംഗ് ബൈ ഡൂയിങ്. പ്രോജക്ട് മെത്തേഡ് ലേണിംഗ് ബൈ ഡൂയിങ്, അതിനെയാണ് പ്രോജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോജക്ട് മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്ട് മെത്തേഡ് പഠിച്ചിരിക്കണം. മേജർ സ്റ്റെപ്സ് ഇൻ പ്രോജക്ട് മെത്തേഡ് പഠിച്ചിരിക്കണം. പ്രോജക്ട് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെ.എ. സ്റ്റീവൻസൺ ആണ് പ്രോജക്ട് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ അടുത്ത് നമ്മൾ കാണുന്നത് ഡാൽട്ടൺ പ്ലാൻ ആണ്. ഡാൽട്ടൺ പ്ലാൻ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ മെത്തഡോളജി ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഹെലൻ പാർഹോസ്റ്റ് ആണ് ഡാൽട്ടൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹെലൻ പാർഹോസ്റ്റ് ആണ് ഡാൽട്ടൺ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രധാനമായിട്ടും ഇതൊരു ത്രീ പാർട്ട് സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഈ ഒരു ഡാൽട്ടൺ പ്ലാനിനുണ്ട്. ഹൗസ്, അസൈൻമെന്റ് ആൻഡ് ലബോറട്ടറി. ഇതും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ആണ് ഡാൽട്ടൺ പ്ലാൻ. അത് കൊണ്ടുവന്നത് ഹെലൻ പാഹോസ്റ്റ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് യുനെസ്കോസ് 4 pillars of education. This pillar of education encourages individuals to reflect on their own values, beliefs and identity. Options: learning to be, learning to do, learning to know, learning to live together. ഇവ തന്നെയാണ് യുനെസ്കോയുടെ 4 pillars of education. എന്താണ് യുനെസ്കോയുടെ ഫുൾ ഫോം? യുനെസ്കോ മീൻസ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന 4 pillars of education. എഡ്യൂക്കേഷൻ ഉണ്ടാവേണ്ട, എഡ്യൂക്കേഷനിൽ ഒരു കുട്ടി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലീവ് ടുഗദർ. ലേണിംഗ് ടു നോ എന്നത്
ലോകത്തെ അറിയാൻ ആവശ്യമായ കാര്യങ്ങൾ, അത് സ്കിൽസ് ആവാം, അത് ആ കുട്ടി പഠിച്ചിരിക്കണം. Learning to know implies learning how to learn by developing one's own concentration, memory skills and ability to think. Learning to do എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ നോളജുകൾ, ലൈഫ് സ്കിൽ കോമ്പീറ്റൻസ്, പേഴ്സണൽ ക്വാളിറ്റീസ്, അതെല്ലാം കുട്ടി അറ്റൈൻ ചെയ്യണം. ഒരു ഒക്യുപേഷണൽ സക്സസിലേക്ക് എത്താൻ ആവശ്യമായ കാര്യങ്ങൾ കുട്ടി പഠനത്തിലൂടെ അക്വയർ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലേണിംഗ് ടു ലീവ് ടുഗദർ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ ആവശ്യമായ ഇന്റർ സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ഇന്റർ പേഴ്സണൽ സ്കിൽസുകൾ, അതുപോലെ തന്നെ റെസ്പെക്ട് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ്. ദെൻ ഒരു സൊസൈറ്റിയിൽ പീസ് ആൻഡ് ഹാർമണിയിൽ ഡൈനാമിക് ആയിട്ട് ജീവിക്കാൻ ആവശ്യമായ സ്കിൽസ് എഡ്യൂക്കേഷനിലൂടെ കുട്ടി നേടിയെടുക്കണം എന്നാണ് ലേണിംഗ് ടു ലീവ് ടുഗദറിലൂടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ലേണിംഗ് ടു ബി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഡിവിജ്വൽസ് ടു റിഫ്ലക്ട് ദെയർ ഓൺ വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ഐഡന്റിറ്റി. ഇതെല്ലാം ലേണിംഗിലൂടെ കുട്ടി ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. The pillar of education encourages the individuals to reflect on their own values, beliefs and identity. So here the right answer is option A, learning to be. Option A ആണ് right answer. Option A ആണ് right ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്ലാനിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ: ദ പ്ലാനിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ പീരിയഡ് ടു അറ്റൈൻ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഇസ്. ഓപ്ഷൻസ്: കോഴ്സ് പ്ലാൻ, ലെസൺ പ്ലാൻ, പ്രോഗ്രാം ഔട്ട്കം, യൂണിറ്റ് പ്ലാൻ. പ്ലാനിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ക്രിട്ടിക്കൽ പെഡഗോജി. ക്രിട്ടിക്കൽ പെഡഗോജി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ലെസൺ പ്ലാൻ ബേസ്ഡ് ആയിട്ട്, യൂണിറ്റ് പ്ലാൻ ബേസ്ഡ് ആയിട്ട്, ഇയർ പ്ലാൻ ബേസ്ഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് റെഗുലർ ആയി തന്നെ കാണാറുള്ളതാണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഇയർ പ്ലാൻ: പ്ലാൻ ഓഫ് അറേഞ്ചിങ് വേരിയസ് യൂണിറ്റ്സ് ഇൻ ദ കണ്ടന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് പീരിയഡ് അസൈൻ ടു ദം ഇൻ എ ഇയർ. ഒരു ഇയറിലേക്ക് ആവശ്യമായ സബ്ജക്ട് ഏരിയനെ, ഓരോ യൂണിറ്റുകളെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്, പീരിയഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. യൂണിറ്റ് പ്ലാൻ: ദ പ്ലാൻ ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എ യൂണിറ്റ് ഈസ് നോൺ ആസ് യൂണിറ്റ് പ്ലാൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അവറേജ് 8 to 12 periods. Then lesson plan: lesson plan is the mental and emotional visualization of the classroom activities. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഗുലർ ആയി കാണുന്നത് ഈ ഒരു ലെസൺ പ്ലാൻ ബേസ്ഡ് ആയിട്ടാണ്. ഒരു ക്ലാസ് റൂമിന്റെ ടീച്ചറിന്റെ മനസ്സിലുള്ള മെന്റൽ ആൻഡ് ഇമോഷണൽ വിഷ്വലൈസേഷനെയാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു ദിവസം എടുക്കേണ്ട സിംഗിൾ ലെസന്റെ പ്ലാനിനെയാണ് ഒരു ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. എ ലെസൺ പ്ലാൻ ഇസ് പ്ലാൻ ഓഫ് ആക്ഷൻ. സോ ഇവിടെ പ്ലാനിങ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എ പീരിയഡ് ടു അറ്റൈൻ ലേണിംഗ് ഒബ്ജക്റ്റീവ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ലെസൺ പ്ലാൻ. നാച്ചുറൽ സയൻസ് പെഡഗോജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് നമ്മൾ കാണുന്നത് ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള ചാപ്റ്റർ ആണ്. എല്ലാ എക്സാമിലും ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. An autonomous organization which advises central and state governments on policies and programs for qualitative improvement in school education. An autonomous organization which advises central and state government on policies and programs for qualitative improvement in school education. Options: NCTE, SCRT, NCRT, UGC. അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് ഇവയുടെയൊക്കെ ഫുൾ ഫോം ബേസ്ഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫസ്റ്റ്ലി നമുക്ക് NCTയുടെ ഫുൾ ഫോം കാണാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ദെൻ സെക്കൻഡ് വൺ ആണ് NCRT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ്, പലയിടത്തും നാഷണൽ കൗൺസിൽ ഫോർ എന്നുവരെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഓർക്കുക, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നും കണ്ടിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് റൈറ്റ് വൺ. ദെൻ അടുത്തതാണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, SCRT. ദെൻ UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഇവിടെ ഓരോന്നിന്റെയും ഫങ്ഷൻസ്, ഇത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവ ഓരോന്നും പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ്, NCT ജേർണൽസ്, SCRT ജേർണൽസ്, NCRT ജേർണൽസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ അത് കാണാം. സോ ഇവിടെ
ഓട്ടോണമസ് ഓർഗനൈസേഷൻ വിച്ച് അഡ്വൈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ അത് HCRT ആണ്. Central and state government on policies and programs for qualitative improvement in school education. So ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി NCERT ആണ്. അത് സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ആൻസർ ആയിട്ട് വരേണ്ടത് SCERT ആണ്. ടീച്ചർ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളിൽ സെൻട്രൽ ലെവലിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിലേക്ക് ആഡ് ചെയ്യുന്നത് കൊടുക്കുന്നത് അതിനുള്ള ഇൻസ്ട്രക്ഷൻസും അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നത് NCT ആണ്. ഇവിടെ സ്കൂൾ സിസ്റ്റത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അത് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആണ്. സോ ഇതുകൂടി നോക്കിയിട്ട് ഈ ഒരു എക്സാമിലേക്ക് പോവുക. വോയിസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ഈസ് ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ ഓപ്ഷൻസ് NCERT, SCERT, NCTE, നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് പബ്ലിഷ്ഡ് ബൈ SCERT, NCERT, NCTE, UGC. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏജൻസീസ് ഫോർ ക്വാളിറ്റി അഷുറൻസിലെ NCTE, NCERT, SCERT ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ NCERT പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് നമുക്കൊന്ന് നോക്കാം. ജേർണൽസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, സ്കൂൾ സയൻസ്, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ റിവ്യൂ, ദ പ്രൈമറി ടീച്ചർ, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ അബ്സ്ട്രാക്ട്, ഭാരതീയ ആധുനിക ശിക്ഷ, പ്രാഥമിക് ശിക്ഷ, വോയിസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്. ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് ഇത് രണ്ടും വോയിസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സും ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷനും NCERT പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് ആണ്. NCERT പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ് ആണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്കായിട്ട് പോവുക. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് NCERTയുടെ റോള്, അതുപോലെ NCTയുടെ റോള്. പ്രധാനമായും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. NCT ബേസ്ഡ് ആയിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ അതിൻ്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യുന്നതിൽ റോൾ എടുക്കുന്ന ഏജൻസി ഏതാണെന്നുള്ള രീതിയിൽ തീർച്ചയായും കാണാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ NCT ആണ്. സോ ഈ ഒരു ഏരിയ നിർബന്ധമായും പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക. താങ്ക് യു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.